നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ലേഡീസ് ബാൻഡിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള സ്ഥിരം ചർച്ചാ വിഷയമാണ് സ്ഥാനാർത്ഥികളിലെ സ്ത്രീ പ്രാതിനിധ്യം. കേരളത്തിലെ 3 മുന്നണികളിലെ വനിതാ സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിൽ നിന്നാണ് വിഷയം തുടങ്ങുന്നത്. ഓരോ തെരഞ്ഞെടുപ്പിലും കൂടുതൽ സ്ത്രീ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുമെങ്കിലും അത് സംഭവിക്കാറില്ല. സ്ത്രീകൾ അധികാരത്തിലേക്ക് എത്തുന്നതിൽ കാലങ്ങളായി വിവിധ മേഖലകളിൽ നിലനിൽക്കുന്ന അവസ്ഥയിൽ മാറ്റമില്ലെന്ന് തെളിയിക്കുന്ന പ്രധാന ഉദാഹരണം കൂടിയാണ് സ്ഥാനാർത്ഥിത്വം. അനുഭവ പരിചയമില്ലെന്ന് പറഞ്ഞ് സ്ത്രീയെ മാറ്റി നിർത്താൻ കാണിക്കുന്ന ആർജവം എന്തുകൊണ്ടാണ് അവൾക്കൊരു അവസരമായി നൽകാൻ ആൺകോയ്മ വ്യവസ്ഥയിലുള്ള രാഷ്ട്രീയ ലോകത്തിന് സാധിക്കുന്നില്ല എന്ന് പരിശോധിക്കുകയാണ് ലേഡീസ് ബാൻഡ്. സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ആക്ടിവിസ്റ്റ് കുസുമം ജോസഫ്, എഴുത്തുകാരി സിജിത അനിൽ, ഗായിക ഷിയോൺ സജി. സ്വാഗതം. ഞാൻ ആദ്യം ഷിയോണിലേക്ക് പോകുന്നു. ഷിയോൺ ഒരു യൂത്തിന്റെ റെപ്രസെന്റ് ചെയ്തുകൂടിയാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഷിയോൺ, ഇവിടെ നമുക്കറിയാം വനിതാ സംവരണ ബിൽ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിലാണ് 2023 നിയമമായി ബിൽ പാസ്സായത്. അപ്പം നിയമമായിട്ടുണ്ടെങ്കിൽ പോലും അത് പൊതു തെരഞ്ഞെടുപ്പിലേക്ക്, ഇപ്പം വലിയൊരു തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടാൻ പോകുന്നു, ഇല്ലെങ്കിൽ സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. അപ്പോൾ ഇത് നടപ്പായിട്ടില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലല്ലേ ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ മുഴുവൻ പട്ടിക വരുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബില്ല് പാസ്സാക്കുന്നുണ്ട്, കുറച്ചുപേരെ ഒരു സ്റ്റാമ്പ് പേപ്പർ പോലെ കൊണ്ടിരുത്തുന്നുണ്ടെന്നുള്ളതല്ലാതെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ വനിതകൾക്ക് ഒരു രീതിയിലുള്ള സംവരണമോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുക്കാതെയാണ് ഇപ്പോഴും എല്ലാവരും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എന്റെ ഒരു തോട്ട് പ്രോസസ്സും ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് അനലൈസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഒരു പേരിന് മാത്രമായിട്ട് 1-2 സീറ്റുകൾ പല രാഷ്ട്രീയ, ഇപ്പം NDA ആണെങ്കിൽ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ 5 സീറ്റുകളുണ്ട്, കോൺഗ്രസിന് 1 സീറ്റേ, LDFന് 3 സീറ്റുകളുണ്ട്. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ കക്ഷികൾ സ്ത്രീകൾക്കായി ഇങ്ങനെ മാറ്റിവെക്കുന്നത് അതൊരു പേരിന് മാത്രമായി മാറുന്ന സ്ഥിതിയിലേക്കല്ലേ? സംവരണം എന്ന് കൂടുതൽ പറയും തോറും അത് പേരിന് മാത്രമായി പോവുകയല്ലേ കേരളത്തിൽ പോലും? അതെ, വളരെയധികം. ഞാൻ പറയും സ്ത്രീകൾക്ക് ഈ സ്വാതന്ത്ര്യം കൊടുക്കാത്ത സ്ത്രീകളെ മുമ്പോട്ട് കൊണ്ടുവരാത്തതും സ്ത്രീകൾ തന്നെയാണെന്ന് ഒരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പിലോട്ട് ഒരാൾ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ അയാളെ മാക്സിമം പുറകിലോട്ട് വരിക്കാനുള്ള കാര്യങ്ങൾ സ്ത്രീകളായിട്ട് തന്നെ ഓരോന്ന് പറയുകയും എടുക്കുകയും അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് മുമ്പോട്ട് കൊണ്ടുവരും. പിന്നെ ബാക്കിയുള്ളവരാണെങ്കിൽ പോലും എപ്പോഴും ഒരു വീക്കർ സൈഡായിട്ട് കണക്കാക്കുകയും വീക്ക് അല്ല എന്ന് കാണിക്കാൻ ശ്രമിക്കുന്നവരല്ലെങ്കിൽ വീക്കല്ല, ഞങ്ങൾ സ്ട്രോങ് ആണ്, ഞാൻ സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞ് മുമ്പോട്ട് വരുന്നവരെ മാക്സിമം പിന്നെയും പുറകിലേക്ക് വരികയാണ് ഇപ്പൊ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അകത്തുനിന്നൊരു വ്യത്യാസം വരാതെ ഈ പറയുന്ന പേപ്പറിൽ മാത്രമുള്ള പരിപാടികൾ മാറാൻ പോകുന്നില്ല എന്ന് തോന്നുന്നു. ശരി, യൂത്തിന്റെ മുഴുവനായിട്ടുള്ള, അതായത് നമ്മൾ കാൻഡിഡേറ്റ്സ് നോക്കി ചെയ്യുന്നതുണ്ട്, രാഷ്ട്രീയ പാർട്ടികളെ നോക്കി ചെയ്യുന്നതുണ്ട്, വികസനം പല രീതിയിലാണ് നമ്മൾ വോട്ടിടാൻ പോവാറ്. അപ്പം അത് ഏത് തരത്തിലായിരിക്കും ഇത്തവണ എന്നുള്ളതിലേക്ക് ഞാൻ വരാം. ആക്ടിവിസ്റ്റ് കുസുമം ജോസഫ് കൂടി ചേരുന്നുണ്ട്. ശ്രീമതി കുസുമം, ഇവിടെ വനിതാ സംവരണം സ്ത്രീകളുടെ വോട്ട് നേടുന്നതിനുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ട് മാത്രമായി മാറുന്ന സാഹചര്യമല്ലേ? തീർച്ചയായിട്ടും അതെ. സംവരണ ബില്ല് നിയമമായി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അതിന്റെ പരിഹാസ്യത മനസ്സിലായത്. 2024 അത് ഇംപ്ലിമെന്റ് ചെയ്യാനല്ലെങ്കിൽ, നടപ്പാക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് 2013 സെപ്റ്റംബറിൽ ഇത് പാസ്സാക്കുന്നത്? ഒരാവശ്യവുമില്ല. പാസ്സാക്കുമ്പോ നടപ്പാക്കാൻ ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. തടസ്സം കൃത്രിമമായി നിർമ്മിച്ചതാണ്. വളരെ ആസൂത്രിതമായി നിർമ്മിച്ച 2 തടസ്സങ്ങളാണ്. ഒന്ന് സെൻസസ് വേണം എന്നുള്ളത്, മറ്റൊന്ന് പറഞ്ഞോളൂ കേൾക്കാം. അത് നമ്മുടെ ഡിലിമിറ്റേഷൻ വേണം എന്നുള്ളത്. ഇത് രണ്ടും അങ്ങേയറ്റം അനാവശ്യമായ, അങ്ങേയറ്റം തെറ്റായ, അങ്ങേയറ്റം അല്ലാത്ത ഗൂഢാലോചനയിലൂടെ കണ്ടുപിടിച്ച ഒരു സംഗതിയാണത്. അല്ലെങ്കിൽ 33% സംവരണം നടപ്പാക്കാൻ എന്തിനാണ് സെൻസസ്? രാജ്യത്ത് 50% സ്ത്രീകളാണ് എന്ന് അറിയാമായിരിക്കെ എന്തിനാണ് ഈ വീണ്ടും സെൻസസ് നടത്തണം എന്ന് പറയുന്നത്? മാത്രമല്ല 2021 നടക്കേണ്ട സെൻസസ് 25 പോലും നടക്കില്ല. അത് 1 വർഷത്തെ പ്രോസസ് ഒക്കെ കഴിഞ്ഞ് നടക്കേണ്ട ഒരു കാര്യമാണ്. ഉടനെ ഒന്നും സെൻസസ് നടക്കാൻ പോകുന്നില്ല. ഇനി അത് മാത്രമല്ല, സെൻസസ് കഴിഞ്ഞിട്ട് ഡീലിമിറ്റേഷൻ കൂടി കഴിയണം എന്നാണ് പറയുന്നത്. അപ്പോ ഇത് ഈ 2024 തെരഞ്ഞെടുപ്പിൽ എന്തെല്ലാം ഇപ്പൊ കേരളത്തിലെ ഇപ്പൊ നമുക്കറിയാം അങ്ങനെ ഒരു കളി BJP നടത്തി എന്നുള്ളത് അറിയാം. അവര് മുമ്പോട്ട് വെച്ച ഉപാധി സെൻസസ് കഴിയട്ടെ, താങ്കൾ പറഞ്ഞതുപോലെ നിയമസഭാ മണ്ഡലങ്ങൾ പുനർനിർണയം ചെയ്യണം എന്നൊക്കെയുള്ളതാണ്. അങ്ങനെ ജനങ്ങളെ പൊട്ടന്മാരാക്കി
നിലപാടൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിലേക്ക് വന്നാൽ 33% സംവരണം നൽകുന്നതിന് പാർലമെന്റിൽ ആദ്യം മുതൽ തന്നെ നിലപാട് സ്വീകരിച്ച ഇടതു പാർട്ടി കേരളത്തിൽ 3 സീറ്റ് മാത്രമാണ് സ്ത്രീകൾക്ക് കൊടുത്തത്, 15% മാത്രം. അതെ, ഇടതു പാർട്ടികൾ മാത്രമല്ല, ഇപ്പൊ കണ്ടില്ലേ UDF ഇത് പിന്നെ കേന്ദ്രത്തിൽ കോൺഗ്രസ് മുന്നണി ഭരിക്കുമ്പോ വലിയ ആവേശത്തിൽ ഇത് നടപ്പാക്കാൻ ശ്രമിച്ച ആളുകൾ അവരിപ്പോ 1 സീറ്റേ കൊടുത്തിട്ടുള്ളൂ. മറ്റവര് 3 സീറ്റ് കൊടുത്തു. 1 കൂട്ടിയപ്പോ UDF 1 കുറച്ചു. നമുക്ക് കാണുമ്പോ തോന്നും LDFും UDFും കൂടി ആസൂത്രിതമായി ഇത് രണ്ടിൽ തന്നെ നിർത്തുകയാണോ എന്ന്. ഭയങ്കര കഷ്ടമാണതൊക്കെ. ഞാൻ കേരളത്തിൽ ഇപ്പൊ പുതിയതായി രൂപപ്പെട്ടു വന്ന തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനം എന്ന മൂവ്മെന്റിനെ പ്രതിനിധീകരിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFും UDFും 33% വനിതാ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കണം. അതില് അത് കേട്ടപ്പോ വലിയ താല്പര്യപൂർവ്വം ഒപ്പിട്ട രാഷ്ട്രീയ നേതാക്കൾ LDFിലും ഉണ്ട്, UDFിലും ഉണ്ട്. സ്ത്രീകൾ ഒപ്പിട്ട് നമുക്ക് മനസ്സിലാക്കാം അവർക്ക് അതിനകത്ത് വലിയ താല്പര്യമുണ്ട്. അങ്ങനെ സംഭവിക്കുമെന്നുള്ളത്. അതെ അതെ, പല പുരുഷന്മാരും നമ്മളോട് ആവേശപൂർവ്വം ശരിയാണ് ശരിയാണ് ഇത് വേണ്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോ ആ പറഞ്ഞതൊന്നും പ്രാവർത്തികമാക്കാൻ LDFിനാവട്ടെ UDFിനാവട്ടെ സാധിച്ചില്ല എന്നുള്ളതാണ്. LDF ആകെ 15 UDF ആകെ എന്താ പറയേണ്ടത് ഈ ഒരൊറ്റ സീറ്റിൽ പിന്നെ അതുപോലും കൊടുക്കില്ലായിരുന്നു അവര്. പിന്നെ സിറ്റിംഗ് MP ആയതുകൊണ്ട് മാത്രം സമ്മർദ്ദത്തിൽ പെട്ടുപോയി കൊടുത്തതുപോലെയാണ് തോന്നുന്നത്. ഇതിൽ എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റേതാണ് കുറച്ചുകൂടി ഞെട്ടിച്ചത്. ഒരു സ്ഥാനാർത്ഥി മാത്രമാണ് സ്ത്രീയായി. ഇപ്പം കോൺഗ്രസിനെ സംബന്ധിച്ച് നിലവിലത്തെ ഒരു അവസ്ഥ കൂടെ പരിഗണിച്ചുകൊണ്ട് നോക്കുകയാണെങ്കിൽ NDA സർക്കാരിന്റെ ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കാൻ പറ്റിയ ഏറ്റവും നല്ല അവസരമാണ്. മൊത്തത്തിൽ ഇപ്പൊ ഇന്ത്യ മുന്നണി എന്നത് നോക്കുമ്പോൾ തന്നെ കിട്ടിയ ഒരു വലിയ അവസരമാണ്. പക്ഷേ അത് ഉപയോഗിക്കാൻ പോലും ഈ ഒരു സംവരണ വിഷയത്തിൽ കോൺഗ്രസ് ശ്രമിച്ചില്ല എന്നുള്ളതാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ. തീർച്ചയായിട്ടും അവര് പറയുന്നത് സിറ്റിംഗ് MPമാർക്ക് സീറ്റ് കൊടുക്കാതിരുന്നാൽ ബുദ്ധിമുട്ടാണ്, മാത്രമല്ല ജയസാധ്യത, ഇനി മറ്റൊന്ന് പറയുന്നത് ഫാസിസത്തെ നേരിടാൻ എന്നൊക്കെയാണ്. ഇപ്പൊ നമുക്ക് ചോദിക്കാനുള്ളത്, ഇവര് പാർലമെന്റിൽ ഈ BJP സർക്കാർ ഇത് പാസ്സാക്കിയപ്പോൾ ഇത് 33% എന്നുള്ളത് 2024 തന്നെ നടപ്പാക്കണമെന്ന് ഞാൻ താങ്കളിലേക്ക് വരാം കുസുമം. ശ്രീമതി സിജിത, ഇവിടെ സ്ത്രീകൾ അധികാരത്തിൽ വരുന്നത് അത് ആരാണ് അത് ഭയക്കുന്നത്? പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കൂടി വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി പട്ടിക 33% സ്ത്രീ സംവരണം എന്നുള്ളത് പോലും പാലിക്കാതെ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് എന്തുകൊണ്ടായിരിക്കും? സുജിത, കേൾക്കാമോ? സുജിതയിലേക്ക് തിരിച്ചെത്താം. വീണ്ടും നമ്മളോടൊപ്പം ഷിയോൺ ചേരുന്നുണ്ട്. ഷിയോൺ, ഇവിടെ ഇപ്പം നമ്മൾ പറഞ്ഞു ഇതാണ് ഇപ്പോഴത്തെ ഒരു സംവരണം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു ധൈര്യമുണ്ടായിരുന്ന പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ എതിർത്ത ഒരു കാര്യമാണ് ഇവർക്ക് ഇവിടെ നടപ്പാക്കാൻ പറ്റാതെ പോകുന്നത്. അപ്പം ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ആരാണ് ഇവർ അധികാരത്തിലേക്ക് വരുന്നത്? കാലങ്ങളായിട്ടുള്ള ഒരു വലിയ പ്രശ്നമാണ് സ്ത്രീകൾ അധികാരത്തിൽ വരിക, അവർക്കത് പറ്റില്ല, അവർക്ക് അനുഭവ സമ്പത്തില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടത്. അപ്പം താങ്കളുടെ മേഖലയിലാണെങ്കിൽ പോലും എപ്പോഴാണ് സ്ത്രീകൾ കുറച്ച് മുന്നോട്ട് വന്നത്, ഇല്ലെങ്കിൽ ഒരു സ്റ്റേജ് പെർഫോമൻസിലേക്കൊക്കെ സ്ത്രീകൾ എത്തിത്തുടങ്ങിയ കാലം ഏതാണ് എന്നൊക്കെയുള്ളത് അറിയാമല്ലോ. അപ്പം എന്തുകൊണ്ടാണ്, ആരാണ് ഭയക്കുന്നത് സ്ത്രീകൾ മുന്നോട്ട് വരുന്നതിന്? ഈ 21 വയസ്സുള്ള ആളുടെ അടുത്ത് ചെന്നിട്ട് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നിങ്ങളെ ഈ ജോലിക്ക് എടുക്കില്ല, പക്ഷെ ഞങ്ങൾക്ക് ഇത്ര ഏജ് ലിമിറ്റിലുള്ള ആളെയാണ് വേണ്ടതെന്ന് പറയുന്നത് പോലെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അനുഭവ പാരമ്പര്യം ഇല്ല, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളില്ല എന്നൊക്കെ പറയുന്നത്. ഈ പാട്ടിന്റെ ഫീൽഡിൽ വരുമ്പോഴത്തേക്കാണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഒരു സ്ട്രഗിൾ വരുന്നത് ലേഡീസിന് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറെ രീതിയിലുള്ള കാര്യങ്ങളോ പല രീതിയിലുള്ള എക്സ്പ്ലോയിറ്റേഷൻസ് ഇതൊന്നും അല്ല പറയുന്നത്. തിങ് ഇസ് ദാറ്റ് വെൻ യു ട്രൈ ടു കം അപ് ടു ദ ഫ്രണ്ട്, ബാക്കിൽ നിൽക്കുന്ന ഈ ആൾക്കാരെല്ലാരും എങ്ങനെയോ പിടിച്ചു വലിച്ച് താഴേക്കിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വളരെയധികം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടി തന്നെയാണ്. അത് എന്തുകൊണ്ട് എന്നുള്ള റീസൺ എനിക്ക് ഇതുവരെ അതിനെ ഒരു ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധിച്ചിട്ടില്ല. പേടിയാണോ അതോ ഇനി ഇവളൊക്കെ എന്തിന് എന്നുള്ളൊരു തോട്ടാണോ എന്താണെന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ഇറ്റ്സ് നോട്ട്, ഐ കുഡന്റ് റീസൺ ടു ദാറ്റ്. ബിക്കോസ് കൂടെ നിൽക്കുന്നവർ വളരെ അധികം കൂടെ നിന്നിട്ടുള്ളവരാണെങ്കിൽ പോലും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ബാൻഡ് ക്രിയേറ്റ് ചെയ്ത് ഒരുമിച്ച് വരുമ്പോഴാണെങ്കിലും എപ്പോഴും നമ്മൾ നോക്കിയാൽ അറിയാം, ഒരു ലേഡിക്ക് സ്വന്തമായിട്ട് ഒരു ബാൻഡ് ക്രിയേറ്റ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നത് വളരെ 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 ചുരുക്കം പേര് മാത്രം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ബാക്കി എല്ലാവരും ഫ്രീലാൻസ് ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് നിൽക്കുക, ബാക്കിയുള്ളവരെ സമയമാകുമ്പോഴത്തേക്ക് പ്രോഗ്രാം വരുമ്പോൾ ജോയിൻ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതേ ഉള്ളൂ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് നിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരും. ഭയങ്കരമായിട്ടൊരു ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്റെ ഈ ഫീൽഡില്. അപ്പൊ അതുപോലെ തന്നെ പല സ്ഥലത്തും നമ്മളിപ്പോ ഈ പൊളിറ്റിക്സിന്റെ കാര്യത്തിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ സ്റ്റുഡന്റ് യൂണിയന്റെ ഒരു എറ വരുമ്പോൾ മാത്രം അവിടെ ലേഡീസ് ഫ്രണ്ടിലൊക്കെ നിൽക്കുന്നുണ്ടാവും. അത് കഴിയുമ്പോഴത്തേക്ക് നൈസായിട്ട് അതാ ഞാൻ പറഞ്ഞത്, ഈ സ്ഥാനാർത്ഥിത്വം പോയിട്ട് പാർട്ടിയുടെ ഗൗരവമുള്ള പദവികളിൽ പോലും സ്ത്രീ ഇല്ലാതാകുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ്. എത്ര സ്ത്രീകളാണ് പാർട്ടി വിടുന്നത്? ഇപ്പൊ പത്മജ വേണുഗോപാലിന്റേതാണ് അവസാനമായിട്ട് നമ്മൾ കണ്ട ഒരു ഉദാഹരണം. അപ്പൊ എത്ര പേരാണ് ഈ സ്ഥാനമോഹം എന്നൊക്കെ പറയുമെങ്കിൽ പോലും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് ആളുകളെ എത്തിക്കുന്നില്ല. എല്ലാ മേഖലയിലുമുള്ള പ്രശ്നമാണ്. പക്ഷെ അത് രാഷ്ട്രീയത്തിലേക്ക് എത്തുമ്പോൾ കുറച്ച് കൂടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതെ അതെ, അത് അതിന്റെ റീസൺ എന്താണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഇതൊക്കെ കാണുമ്പോഴത്തേക്കൊന്നും ശരിക്കും ഭയമായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പുച്ഛഭാവമായിരിക്കും. എന്നും എല്ലായ്പ്പോഴും നമ്മുടെ ഫാമിലീസിലൂടെ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ കൾച്ചറിൽ കൂടെ ആണെന്നുണ്ടെങ്കിലും എല്ലാം പറഞ്ഞു വെച്ചിട്ടുള്ളൊരു മിത്തുണ്ട്. സ്ത്രീ എന്നും കുറച്ച് ശക്തി കുറഞ്ഞ ഒരാളാണ്, ഒരിക്കലും ഒരു കാര്യവും കൃത്യമായി ചെയ്യാൻ പറ്റില്ല, ഒരു ആണിന്റെ സഹായമില്ലാതെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ഒരു കാര്യവും കൃത്യമായി ഏറ്റെടുത്ത് നടത്താൻ അറിയില്ല എന്നൊക്കെ ഉള്ളൊരു മിത്ത് അവിടെ കൊണ്ടുവച്ചിട്ടുള്ളത്. അത് ഇന്നും പല രീതിയിലും മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അതിനെ ആ രീതിയിൽ തന്നെ മീൻസ് എത്രയൊക്കെ മോഡേണിസം പറഞ്ഞു കഴിഞ്ഞാലും, എത്രയൊക്കെ ഒരു എന്താ പറയാ ടെക്നോളജികൾ മാറി, എത്രയൊക്കെ എന്തൊക്കെ മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു തോട്ട് പ്രോസസ് ഇപ്പോഴും ബ്രേക്ക് ചെയ്യാതെ തന്നെ എല്ലാവരുടെയും മനസ്സിൽ കിടക്കുകയാണ്. ഒരു ഏജ് വരെ എന്നല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ എന്റെയൊക്കെ ഏജിൽ പറയുന്ന ആൾക്കാരുടെ ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ അവള് പെണ്ണല്ലേ എന്നിട്ടാണോ എന്നൊരു തോട്ട് ഇപ്പോഴും കിടപ്പുണ്ട്. ഈ സാധനം എന്ന് ബ്രേക്ക് ചെയ്യുന്നോ അന്ന് ഇതിനൊക്കെ ഒരു വ്യത്യാസം വരും എന്ന് തോന്നുന്നു. ശരി, ഞാൻ അതിഥികളിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക് എഴുത്തുകാരി സിജിത അനിൽ കൂടി ചേരുന്നുണ്ട്. ശ്രീമതി സിജിത, ഇവിടെ നമ്മൾ സംവരണത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പല മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്, അധികാര സ്ഥാനങ്ങളിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട്. അപ്പം ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ സമയമായതുകൊണ്ട് ഇവിടെ സ്ത്രീ സംവരണം എത്രത്തോളം സാധ്യമായിട്ടുണ്ട്? 33% എന്ന് പറയുന്നതിൽ പോലും പല രാഷ്ട്രീയ പാർട്ടികളും അത് ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? കേരളം പോലൊരു സ്ഥലത്ത് ഇപ്പം നമുക്കറിയാം, UDF-നാണെങ്കിൽ ഒരു സ്ഥാനാർത്ഥി മാത്രമാണ്, LDF-ന് 3 പേരുണ്ട്, NDA-ക്ക് 5 പേരുണ്ട്. അപ്പം ഇവിടെ പോലും അതിന് സാധ്യമാകുന്നില്ല എന്നുള്ളത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്? എന്തുകൊണ്ട് സ്ത്രീകൾ ഈ സ്ഥാനങ്ങളിലേക്ക് എത്തണ്ട എന്ന് മറ്റുള്ളവർ ആഗ്രഹിക്കുന്നു? സ്ത്രീകളുടെ ഭരണഘടനാവകാശങ്ങൾക്കൊപ്പമാണ് തങ്ങൾ എന്ന് നിരന്തരം പറയുന്ന ഈ കേരളത്തിലെ രാഷ്ട്രീയ മുന്നണികളാണെങ്കിലും തങ്ങളുടെ സ്ത്രീകളുടെ രാഷ്ട്രീയ അവകാശം തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ ഒരു അടയാളം കൂടിയാണ് ഇപ്പൊ പോലും പ്രഖ്യാപിച്ച ലിസ്റ്റുകൾ എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് കിട്ടേണ്ട അവകാശങ്ങള് കിട്ടാതെ വരികയും 33% വേണമെന്ന് നമ്മൾ ബില്ല് പാസ്സാക്കിയതാണെങ്കിൽ പോലും അതാണ് സംവരണം വേണം എന്നുള്ളത് രാഷ്ട്രപതി ഒപ്പിട്ട് നിയമമായി കഴിഞ്ഞതാണ്. സ്വാഭാവികമായിട്ടും അത് നടപ്പാക്കേണ്ടതാണ്, പക്ഷെ അത് നടക്കുന്നില്ല. അതന്നെ. അപ്പൊ അങ്ങനെ ബില്ല് പാസ്സാക്കി രാഷ്ട്രപതി ഒപ്പിട്ടിട്ട് പോലും 33% പോലിന്റെ അകത്ത് 15% പോലും ഇപ്പോഴത്തെ ഇതിൽ പോലും സ്ത്രീകൾക്ക് കിട്ടുന്നില്ലെന്നുള്ളതാണ്. ഇപ്പൊ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് പോരാടുന്നു എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ മുന്നണി പോലും അവർക്ക് ആവശ്യമായ യാതൊരു തരത്തിലുള്ള അവകാശ സംരക്ഷണത്തിലേക്ക് അവരെ നയിക്കുന്നില്ല. അത് സ്ത്രീകളോട് കാണിക്കുന്ന ഒരു അവഗണന തന്നെയാണ്. കുസുമൻ ജോസഫ്, ഇവിടെ നിയമം നടപ്പിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് ഈ രാഷ്ട്രീയ കക്ഷികൾക്ക് പിടിച്ചു നിൽക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ആ രീതിയിലാണ് ആ നിയമം കിടക്കുന്നത്. അപ്പം അത് ഇവർക്കുള്ള ഒരു സൂത്രമായി മാറ്റുകയല്ലേ? തീർച്ചയായിട്ടും അതെയല്ലോ. അതാണ് നമ്മൾ ആവർത്തിച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാർലമെന്റിൽ സംസാരിച്ചപ്പോ ഇവരെല്ലാം വളരെ പുരോഗമനവാദികളായി മാറുകയും NDA സർക്കാരിന്റെ ആ നിയമം ഉടനെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നും ഈ 2 കണ്ടീഷൻസ് എടുത്തു കളയണമെന്നും വാദിച്ച ആളുകളാണ് കേരളത്തിലെ LDF-ഉം UDF-ഉം. അതായത് പാർലമെന്റിലെ
പ്രതിപക്ഷം എന്ന് പറയുന്നത്. ആ പ്രതിപക്ഷം അവിടെ വാദിച്ചതിനകത്ത് എന്തെങ്കിലും സത്യസന്ധത ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിൽ വരുമ്പോ LDF-ഉം UDF-ഉം ചെയ്യേണ്ടിയിരുന്നത് കുറഞ്ഞ പക്ഷം ആ 33% അവരുടെ പാർട്ടികൾ അത് കൊടുക്കാം എന്ന് സമ്മതിക്കായിരുന്നു. അവിടെ പറഞ്ഞതിനകത്തൊരു പറയുന്ന കാര്യങ്ങളോടൊരു കമ്മിറ്റ്മെന്റ്. അതാണ് ഇവര് കേന്ദ്രം മുന്നോട്ട് വെച്ച ഉപാധികളെ പാർലമെന്റിൽ എതിർക്കുകയും എന്നാൽ അവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ സംസ്ഥാനത്ത് വന്ന് പെരുമാറുകയും ചെയ്യുന്നു എന്നുള്ളതിലാണ് അത്ഭുതം. തീർച്ചയായിട്ടും. അതുകൊണ്ട് അവർക്ക് ഇതിപ്പോ നമുക്ക് ആകെ മനസ്സിലാക്കാൻ പറ്റുന്നത് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അത് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ MP-മാർക്ക് ജയിച്ചു വരണം, അല്ലെങ്കിൽ പുതിയ പിന്നെ അവർ തോറ്റാൽ പുതിയ ആളുകൾ വരുന്നവരും അവർ പുരുഷന്മാരാണ്. പുരുഷന്മാർക്ക് അധികാരം ജന്മസിദ്ധമാണ് എന്നവർ വിചാരിക്കുന്നുണ്ട്. സ്ത്രീകൾ എല്ലാ കാലവും അവരുടെ സ്വത്തിനു വേണ്ടി, അവരുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി, അവരുടെ ഇത്തരത്തിലുള്ള ഓരോരോ അധികാരങ്ങൾക്ക് വേണ്ടിയും ഇങ്ങനെ പോരാടിക്കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. ഇത് നേരത്തെ ഒരാൾ പറഞ്ഞതുപോലെ സ്ത്രീകൾക്കെതിരെ നിൽക്കുന്നത് കൊണ്ടല്ല, വളരെ നഗ്നമായി പച്ചയായി പുരുഷന്മാർ അധികാരം കൈയൊഴിയാൻ തയ്യാറല്ലാത്തത് കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. അല്ലാതെ ഇതിന്റെ അകത്ത് സ്ത്രീകൾക്കെതിരെ ഒന്നും ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല. എത്രയോ കാലങ്ങളായി സ്ത്രീകളുടെ ഡിമാൻഡാണ്. ഇപ്പൊ 100% സ്ത്രീകളും മാലാഖമാരായിക്കൊള്ളണം, എല്ലാവരും സ്ത്രീ വിമോചകരായിക്കൊള്ളണം, അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് ആവണം എന്ന് പറയുന്നതിൽ കാര്യമില്ല. ഫെമിനിസ്റ്റുകളല്ലാത്ത, അല്ലെങ്കിൽ സ്ത്രീ മുന്നേറ്റം താല്പര്യമില്ലാത്ത, ഇനി അത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പുരുഷാധിപത്യ പാട്രിയാർക്കലായിട്ടുള്ള ധാരാളം സ്ത്രീകളുണ്ട്. പക്ഷെ അത് അവരുടെ കുറ്റമല്ല. അവരുടെ എക്സ്പീരിയൻസിന്റെ കൂടിയാണ്, അവരുടെ എക്സ്പീരിയൻസിന്റേതാണ്. അപ്പൊ അവര് പുരുഷന്മാരാണ് നല്ല ഭരണകർത്താക്കൾ എന്നും, അല്ലെങ്കിൽ പുരുഷനാണ് ഭരിക്കേണ്ടതെന്നും തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു പോരായ്മയാണത്. അല്ലാതെ സ്ത്രീകൾ സംവരണത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് വിചാരിക്കരുത്. വലിയ പോരാട്ടം നടത്തുന്നതെല്ലാം ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായാലും സ്ത്രീകളുടെ ഓരോ തരം മുന്നേറ്റങ്ങൾക്ക് വേണ്ടിയും വലിയ തോതിൽ സമരം നടത്തുന്നത്, പോരാട്ടം നടത്തുന്നത് എല്ലാം സ്ത്രീകൾ തന്നെയാണ്. ഇപ്പോഴും നമ്മളത് സ്ത്രീകളുടെ ഗ്രൂപ്പാണ് തുല്യപ്രാതിനിധ്യ പ്രസ്ഥാനം എന്ന പേരിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും സമീപിക്കുകയും സ്ത്രീകൾക്ക് കൊടുക്കൂ, നമുക്ക് തരാനല്ല പറയുന്നത്. ആ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ദീർഘനാളായി പ്രവർത്തിക്കുന്ന നല്ല മിടുക്കികളായ സ്ത്രീകൾ ധാരാളമുണ്ട്. അവരെ നിങ്ങൾ മത്സരിപ്പിക്കൂ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പാർലമെന്റിന്റെ ലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നു കഴിഞ്ഞു. ഒന്നും പ്രതീക്ഷിക്കാനില്ല. ഇവര് 3 കൊടുത്തു, UDF ആകെ 1 അവസാനിപ്പിച്ചു. പക്ഷെ നമ്മൾ നിയമലംഘനമാണ് എന്നുള്ളത് കൂടിയാണ്. നിയമം ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 33% എന്നുള്ളത് ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഞാൻ ശ്രീമതി കുസുമത്തിലേക്ക് വരാം. ഷിയോൺ, ഇപ്പം നേരത്തെ ഷിയോൺ പറഞ്ഞ കാര്യത്തിൽ കൂടിയാണ് ഇപ്പൊ കുസുമം മറുപടി പറഞ്ഞത്. അതിന് മറുപടി ഉണ്ടെങ്കിൽ, ആ പറഞ്ഞതിനെ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന് മറുപടി പറഞ്ഞിട്ട് ഞാൻ ചോദ്യത്തിലേക്ക് വരാം. തീർച്ചയായും മറുപടി ഉണ്ട്. ഞാനൊരു ഫെമിനിസ്റ്റ് അല്ല എന്ന് പറയുന്നതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കലും പുരുഷ മേധാവിത്വം സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ പുരുഷന്റെ അണ്ടറിൽ സ്ത്രീ ജീവിക്കണം എന്നൊരു തോട്ട് കൊണ്ടു നടക്കുന്ന ഒരാളും അല്ല. എന്റെ ഐഡിയോളജി, എന്റെ തോട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടുപേർക്കും രണ്ടുപേരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, രണ്ടുപേരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട്. ഇന്റർഡിപെൻഡന്റ് ആയിട്ട് പോകുന്ന രണ്ടുപേരാണ്, പുരുഷനായാലും സ്ത്രീയാണെന്നുണ്ടെങ്കിലും. ഒരു കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡന്റ് ആണ്. അല്ലാതെ സ്ത്രീ മാത്രം പുരുഷനും ഡിപ്പെൻഡന്റും പുരുഷൻ സ്ത്രീയിൽ ഡിപ്പെൻഡന്റും അല്ല. അപ്പൊ ഇങ്ങനെ പോകുന്ന ഒരു സ്ഥാനത്ത് ഞാൻ എന്റെ ഫെമിനിസത്തിനെ എങ്ങനെയാണ് വിളിക്കുന്നത്? അതല്ലാതെ സ്ത്രീയെ കൊണ്ടുവരണം, സ്ത്രീയെ എടുത്ത് തലവെക്കണം എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലുള്ള കുറെ ഫെമിനിസം ഉണ്ട്. അതിനെ പറ്റിയിട്ട് പറയുന്നതല്ല. മീൻസ് ലൈക്ക് ദാറ്റ്സ് വൈ ഐ ഡോണ്ട് കോൾ മൈസെൽഫ് ഫെമിനിസ്റ്റ്. ആൻഡ് ഇപ്പൊ മാം പറഞ്ഞ കാര്യത്തിൽ എനിക്ക് പറയാനുള്ള മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുകയാണ്. അവളുടെ ഡ്രസ്സിന്റെ ഇറക്കം കുറച്ച് കുറവാണെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ അവൾ എന്തെങ്കിലും സൊസൈറ്റിയൽ നോംസിന് എതിരായിട്ടാണ്, നോംസിനെതിരായിട്ടാണ് അവൾ ആ പോസ്റ്റിൽ സംസാരിച്ചിരിക്കുന്നതെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ അത് പോർട്രേ ചെയ്തിരിക്കുന്നുണ്ടെങ്കിലോ അതിന് താഴെ വരുന്ന ഏറ്റവും കൂടുതൽ കമന്റ്സ്
ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ടുള്ള ഹെയ്റ്റ് കമന്റ്സ് പലപ്പോഴും സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് തന്നെ ആയിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ചാനൽ ചർച്ചകളിൽ തന്നെ വന്നിരുന്ന് ചില സമയത്ത് ചില സ്ത്രീകൾ അല്ലെന്നുണ്ടെങ്കിൽ പെൺകുട്ടികൾ വന്നിരുന്ന് സംസാരിച്ചിട്ട് പോകുമ്പോൾ അതിനെപ്പറ്റിയുള്ള ചർച്ചകളിൽ ഏറ്റവും വൾഗറൈസ് ചെയ്ത് തന്നെ സംസാരിക്കുന്നത് ചാനൽ ചർച്ച മാത്രമല്ല, ഞാൻ പറഞ്ഞത് മൊത്തത്തിലുള്ള മീഡിയാസിൽ വന്നിരുന്നിട്ട് പോകുമ്പോൾ അതിനെപ്പറ്റി ഏറ്റവും വൾഗറൈസ് ചെയ്ത് സംസാരിക്കുന്നത് പലപ്പോഴും സ്ത്രീകൾ തന്നെ ആയിരിക്കാം. അപ്പൊ പിന്നെ ഇങ്ങനെയാണ് ആ വിഭാഗത്തിനെയാണ് നേരത്തെ പ്രൊഫസർ കുസുമം പറഞ്ഞത്. അത് അങ്ങനെയുള്ള, അതായത് ോട് യോജിച്ചു പോകുന്ന തരം ആളുകളാണ് അവർക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല എന്നാണ് നമ്മൾ നാട്ടിൻപുറത്ത് പറയുന്നത്. അതൊരു വിഭാഗമുണ്ട്, നമ്മൾ അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. അങ്ങനത്തെ ആൾക്കാരാണ്. അത് എനിക്ക് തോന്നുന്നു അതിപ്പോ ക്ലിയർ ആയെന്ന് തോന്നുന്നു. സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേയുള്ള സ്ത്രീകളുടെ അവസ്ഥ പരിശോധിച്ചാൽ പുരുഷന്മാരൊപ്പം നിന്നില്ല എന്നല്ല, വലിയ തോതിൽ ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടുള്ള ഉണ്ടായിരുന്നു. അവരോടൊപ്പം ഏറ്റവും ശക്തമായി പോരാടിയതും വലിയ അധിക്ഷേപവും അപമാനം നമ്മൾ ഈ കേരളത്തിന്റെ കുറഞ്ഞപക്ഷം കേരളത്തിന്റെ ഫെമിനിസ്റ്റ് മൂവ്മെന്റിന്റെ ചരിത്രം ഒന്ന് വായിച്ചു നോക്കൂ. ഏറ്റവും ഇങ്ങേറ്റത്ത് ഇപ്പൊ സാറ ടീച്ചറും അജി ചേച്ചിയും അനുഭവിച്ച പ്രയാസങ്ങൾ ആലോചിച്ച് നോക്കൂ. അവര് സ്ത്രീകൾക്ക് അവകാശമുണ്ട്, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുമ്പോ അവരൊക്കെ വളരെ അഴിഞ്ഞാട്ടക്കാരികളാണ് എന്ന് പറഞ്ഞ് അവര് ഫ്രീ സെക്സിന്റെ ആളുകളാണ് എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ച് ആ അധിക്ഷേപം ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഏറ്റെടുത്ത് മുന്നോട്ട് പോയത് കൊണ്ടാണ് ഇപ്പൊ ഇത്രയും ഉള്ളത്. അല്ലാതെ സ്ത്രീകളുടെ പോരാട്ടം ചെറുതല്ല, വലിയ തോതിൽ അവര് സഹിക്കുകയും അധ്വാനിക്കുകയും ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കലും പറയുന്നത് ഫെമിനിസ്റ്റ് മൂവ്മെന്റിൽ നിൽക്കുന്ന സ്ത്രീകളെ പറ്റി ഇതിനു വേണ്ടി ഒരുപാട് രാപ്പകൽ കഷ്ടപ്പെട്ട് നിന്ന അത് എനിക്ക് തോന്നുന്നത് ക്ലിയർ ആയി. അതായത് അങ്ങനെ ഒരു വിഭാഗമുണ്ട്, അങ്ങനെ ഒരു വിഭാഗം, ഒരു ഗ്രൂപ്പ് ഓഫ് സ്ത്രീകളുണ്ട്. ഈ പറയുന്ന ഷിയോൺ പറഞ്ഞതുപോലെ താഴെ കമന്റുകളായി നമ്മൾ കാണപ്പെടുന്ന, ഇല്ലെങ്കിൽ നമ്മൾ പല വീടുകളിലും കുടുംബങ്ങളിലും കാണപ്പെടുന്ന ഈ പറയുന്ന പിന്നോക്കാവസ്ഥ ഉള്ള സ്ത്രീകളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഞാൻ UKG മുതൽ 12th സ്റ്റാൻഡേർഡ് വരെ പഠിച്ചത് ഒരു ഗേൾസ് സ്കൂളിലാണ്. ലേഡീസ് മാത്രമാണ് ടീച്ചേഴ്സ് ആയിട്ടുള്ളത്. അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ഏകദേശം 2500ഓളം സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നു. സ്റ്റുഡൻസിനെ മാറ്റി നിർത്താം, കാരണം അവർ വളർന്നു വരുന്ന സ്ത്രീകളുടെ സ്ത്രീ ടീച്ചേഴ്സിന്റെ അവസ്ഥയൊക്കെ നമ്മൾ സത്യഭാമ ടീച്ചറെ പോലെയൊക്കെയുള്ള കുറച്ച് ആളുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇടയ്ക്കൊക്കെ അങ്ങനെയുള്ള ആളുകൾ പൊങ്ങി വരുന്നുണ്ട്. നമുക്കത് വിടാം. എന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ശ്രീമതി സിജിത. ഇവിടെ ഇപ്പൊ ഇവര് രണ്ടുപേരും പറഞ്ഞതിനെ കണക്ട് ചെയ്തൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ നേടിയെടുക്കുക എന്നുകൂടിയുണ്ട്. നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയിലോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിലോ നിൽക്കുമ്പോൾ അത് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുക, ഇല്ലെങ്കിൽ അതിന് ശ്രമിക്കുക എന്നതുകൂടിയുണ്ട്. നമ്മൾ തോറ്റു പിന്മാറുന്നവരാണ് കൂടുതൽ, ഒരു വലിയ ശതമാനം അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പം അതിൽ എന്തുകൊണ്ട് മാറ്റം ഉണ്ടാകുന്നില്ല? ചിലപ്പോ ഈ ഇലക്ഷന്റെ കാര്യത്തിലാണെങ്കിലും സ്ത്രീകൾക്ക് 33% സീറ്റുകളിൽ സ്ത്രീകളെ മത്സരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ സ്ത്രീകൾ തന്നെ മുൻകൈ എടുത്ത് പെൺ മെമ്മോറിയൽ പറഞ്ഞുകൊണ്ട് ഫെബ്രുവരി 17 സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യയുടെ കാര്യത്തിലാണെങ്കിലും ലോക രാജ്യങ്ങളിൽ 190 രാജ്യങ്ങളിൽ വെച്ച് 142ാമത്തെ സ്ഥാനമാണ് സ്ത്രീ സമത്വത്തില് നമ്മുടെ ഇന്ത്യക്കുള്ളത്. പക്ഷെ 6 രാജ്യങ്ങള് 50%-ലേറെ സ്ത്രീ പ്രാതിനിധ്യം പാർലമെന്ററികളിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ രാഷ്ട്രം എന്ന് പറയുമ്പോ സ്ത്രീകൾക്ക് കൂടുതൽ സമത്വവും സൗകര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും രാഷ്ട്രീയപരമായി അവരുടെ മുന്നണിയിലേക്ക് നോക്കുമ്പോൾ സ്ത്രീകൾക്ക് രാഷ്ട്രീയ പ്രവേശനം അല്ല, അവർക്ക് അതിനുള്ള അധികാരം നൽകുന്നില്ല. അത് ഒരു തരത്തിൽ പറഞ്ഞ ഭയമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഇപ്പോഴും നമുക്ക് ആ ഹോപ്പ് കളയണ്ട, എന്തായാലും മാറുമെന്ന് പ്രതീക്ഷിക്കാം. ഈ തെരഞ്ഞെടുപ്പ് കൂടി കഴിയട്ടെ, അടുത്ത തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റം ഉണ്ടാകും. ഈ ശതമാനത്തിലേക്കെങ്കിലും നമ്മൾ എത്തും എന്ന് പ്രതീക്ഷിക്കാം. നന്ദി ശ്രീമതി കുസുമൻ ജോസഫ്, ശ്രീമതി സിജിത അനിൽ, ശ്രീമതി ഷിയോൺ സജി. ലേഡീസ് വൺ പൂർണ്ണമാവുന്നു. നമസ്കാരം.